ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ പുതിയ വീടിൻ്റെ ആണെങ്കിലും പഴയ വീടിൻ്റെ ആണെങ്കിലും നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ പൈപ്പുകളാണ് മെയിനായിട്ട് നമുക്ക് എല്ലാ പൈപ്പുകളും ഒരു സ്ഥലത്ത് കൂടെ ഇറക്കണോ, എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന എത്ര ഗേജിൻ്റെ പൈപ്പുകളാണ് ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ഒരേ സ്ഥലത്ത് കൂടെ തന്നെയാണ്, അതായത് മുകളിൽ വാട്ടർ ടാങ്ക് വയ്ക്കുന്നുണ്ട്, അതിലൂടെ ഒരേ സ്ഥലത്ത് കൂടെ തന്നെയാണ് എല്ലാ പൈപ്പുകളും ഇറക്കാനുള്ള ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ സാധിക്കില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഏറ്റവും അര ഇഞ്ച് പൈപ്പ് പറഞ്ഞാൽ അടിച്ചിരിക്കുന്നത്, അത് വേറെ ഒന്നിനും അല്ല, നമുക്ക് വാട്ടർ ലെവൽ കൺട്രോളർ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ഇഞ്ച് പൈപ്പ് മോട്ടറിൽ നിന്നുള്ള പൈപ്പ്, മോട്ടറിൽ നിന്ന് നേരെ കിണറിൽ നിന്ന് അടിക്കാൻ വേണ്ടിയിട്ട് മോട്ടറിൽ നിന്ന് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്, 1 ഇഞ്ച് പൈപ്പ്. പിന്നെ വരുന്നത് 2 ഇഞ്ച് പൈപ്പാണ്. 2 ഇഞ്ച് പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ലൈൻ മുകളിൽ നിന്ന് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പാണ്. 2 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 ഇഞ്ച് വാൽവ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ് കൊടുക്കുകയാണെങ്കിൽ ഹൈ പ്രഷർ നമുക്ക് എല്ലാ ടാപ്പുകളിലും നമ്മുടെ കിച്ചണിലും എല്ലായിടത്തും കിട്ടുന്നതിന് 2 ഇഞ്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ആദ്യത്തെ 3 നമ്മൾ വാട്ടർ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട പൈപ്പുകളാണ് വന്നത്. അപ്പോൾ അതെല്ലാം കൊടുത്തിരിക്കുന്നത് ഗേജ് കൂടിയ പൈപ്പുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഡ്രൈനേജ് പൈപ്പ് 4 ഇഞ്ച് പൈപ്പ്. ഈ 4 ഇഞ്ച് പൈപ്പ് കൊടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സൈഡിലും മുകളിലായ ബാത്റൂം ഒരെണ്ണം ഓൾറെഡി മുകളിലായിട്ട് ഒരു ബാത്റൂമുണ്ട്. ആ ബാത്റൂമിൽ നിന്നും താഴേക്ക് വരുന്നതിൻ്റെ കൂടാതെ ഏറ്റവും ടോപ്പിലേക്ക് എയറും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊരു ബാത്റൂം ഉണ്ട്, അതായത് നമ്മൾ മുകളിലൊരു ബാത്റൂമിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് ആ 4 ഇഞ്ച് കൊണ്ടുപോയി വൈയിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി വൈ എന്ന് പറയുന്ന ഫിറ്റിങ്സ് ഇട്ട് കണക്ട് ചെയ്ത് ഏറ്റവും മുകളിലേക്ക് ബാത്റൂമിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം അതിൽ നേരെ മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് വേണം നമ്മൾ എയർ കൊണ്ടുപോയി കളഞ്ഞിരിക്കുന്നത്. എയർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എയർ സിസ്റ്റം നമ്മുടെ സെപ്റ്റിക്കിൻ്റെ അകത്ത് വരുന്ന സ്മെല്ല് കാര്യങ്ങളെല്ലാം ബാത്റൂമിൻ്റെ അകത്തേക്ക് വരുന്നതിനും വീടിന് ചുറ്റും നമ്മൾ എയറിൻ്റെ സിസ്റ്റം താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എയർ സിസ്റ്റം നമ്മളൊരു എയറിൻ്റെ കാര്യങ്ങൾ താഴെ കൊടുത്തിട്ട് വീടിന് ചുറ്റുമായിട്ട് എയറിൻ്റെ സ്മെല്ല് കാര്യങ്ങളുണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ടോപ്പിലേക്ക് പൊക്കി കളയുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്ക് പോകുന്നതിൻ്റെ ആ ലെവലിൽ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് വീടിൻ്റെ എത്രയും ടോപ്പിലേക്ക് നമുക്ക് കളയാൻ സാധിക്കും, അത്രയും സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അത്രയും നമ്മൾ സേഫ്റ്റി ആയിട്ട് നമുക്ക് സ്മെല്ല് കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ വരുന്ന പൈപ്പാണ് ആ ബാത്റൂമിൻ്റെ കുളിക്കുന്ന വെള്ളം, ഡ്രൈനേജിൻ്റെ കൂടെ തന്നെ കുളിക്കുന്ന വെള്ളം പോകുന്ന പൈപ്പിന് 2 ഇഞ്ച് പൈപ്പ് കൊടുത്തു. പിന്നെ ആ ബാത്റൂമിലേക്ക് വെള്ളം കയറാനായിട്ട്, അതായത് നമ്മുടെ വാട്ടർ ലൈൻ കയറാനായിട്ട് 1 ഇഞ്ച് പൈപ്പ് കൊടുത്ത് ആ 1 ഇഞ്ച് പൈപ്പിന് ഒരു വാൽവും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം വരുന്ന 3 പൈപ്പ് മുകളിലത്തെ ബാത്റൂമിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വാൽവ് കൊടുക്കുന്നത് താഴെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ്റനൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ബാത്റൂമിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിലപ്പോൾ മുകളിലേക്ക് കയറാൻ പറ്റണമെന്നും നിർബന്ധമില്ല. അപ്പോൾ താഴെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ താഴത്തെ വാട്ടർ ലൈൻ വന്നതിന് ശേഷം അതിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ പ്രഷറിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, ഹൈ പ്രഷറിന് നമുക്ക് കിട്ടും. അതുമാത്രമല്ല നമുക്ക് താഴെ നിന്ന് ആ വാൽവ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഉപകാരം കൂടി കിട്ടും, മുകളിൽ കയറേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ബാത്റൂമിൽ നിന്നും മുകളിൽ നിന്നും പൈപ്പ് ഇറങ്ങുന്ന ടാങ്കിൽ നിന്നും പൈപ്പ് ഇറങ്ങുന്നതിൻ്റെ ഒരു അത്യാവശ്യമുള്ള ഒരു ചെറിയൊരു കണ്ടൻറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഒരു ഫുൾ വീഡിയോ, അതായത് ഒരു വീടിനെ സംബന്ധിച്ച് ഫുൾ പ്ലംബിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്ക് കൂടി ചെയ്തേക്കുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.